ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ അടുക്കളയിലൊരു മൾട്ടി ടാസ്ക് ചെയ്യാറുണ്ടല്ലോ വീട്ടമ്മമാർ. ചോറ് കൊടുത്ത് വിടണമെങ്കിൽ നമ്മൾ എന്ത് തിരക്കായിരിക്കും രാവിലെ അല്ലേ? അപ്പോൾ ആ ഒരു തിരക്കിലാണ് ഞങ്ങളും. അപ്പോൾ ചോറ് കൊടുത്ത് വിടാനായിട്ട് അരി അടുപ്പത്തിട്ടിട്ട് അത് റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ പുട്ടും കടലയാണ്. അപ്പോൾ കടല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനൊരു വറ താളിച്ച് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചൊക്കെ ഇടണം. പിന്നെ കറിയെന്ന് വെച്ചെന്നാൽ മത്തി ഇന്നലെ വൈകിട്ട് വാങ്ങിയ മത്തിയായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ 2 എണ്ണം ഞാൻ മോന് പെട്ടെന്നത് ഫ്രൈ ആക്കാൻ വെച്ചതാണേ. അപ്പോൾ കടലക്കറി ആയിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കുന്ന വെച്ചെന്നാൽ നമ്മൾ സാധാരണ ചിരട്ടപ്പുട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല, അത് വല്ലപ്പോഴും കൂടി ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ മറ്റേ നമ്മുടെ പുട്ടുകുടത്തിൽ വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചപ്പോഴേ ചെറിയൊരു ചോർച്ച, മേടിച്ചിട്ടാണെങ്കിൽ അധികം ആയിട്ടുമില്ല. നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. പിന്നെ അതങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് പൊടികളെല്ലാം വാരി നിറച്ച് പുട്ട് വയ്ക്കണം. പിന്നെ മെഴുക്ക് പുരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മോര് കാച്ചിയതും കൂടെ ഉണ്ട്. അപ്പോൾ ഒഴിച്ചു കറിക്ക് പിന്നെ പ്രത്യേകിച്ച് രാവിലെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കടലക്കറി എല്ലാം പൊടികളെല്ലാം മൂപ്പിച്ചിട്ട് പിന്നെ ഞാൻ ഗരം മസാലപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണേ. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്ത മസാലയാണ്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, മസാല പൊടിച്ചെടുത്തത് കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, കടലക്കറിക്കൊക്കെ നല്ലൊരു മസാലയാണിത്. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി വന്നു. പിന്നെ ഞാൻ ഈ പുട്ടും കൂടെ വയ്ക്കുകയാണ്. അപ്പോൾ ഇതിലാകുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും. മറ്റേതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയൊക്കെ എടുക്കാം. ഇത് കുറച്ച് പൊടിയല്ലേ ഇതിൽ കൊള്ളുള്ളൂ. അങ്ങനെ ചിരട്ടപ്പുട്ട് മക്കൾക്ക് കഴിക്കാനുള്ളത് തന്നെ ആദ്യമേ 2 പേർക്കും ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഞങ്ങളുടെ കാര്യം പിന്നെ സമാധാനമുണ്ട്. പിന്നെ മുട്ടയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു ചോറ് കൊടുത്തു വിടാനായിട്ട്. ഇന്ന് ഇത്രയും തിരക്ക് എന്താണെന്ന് വെച്ചെന്നാൽ ചോറ് കൊടുത്തു വിടാറുള്ളതാണ് എല്ലാ ദിവസവും. പക്ഷേ ഇന്ന് കുറച്ച് നേരത്തെ പോകണം, അത് കാരണമാണ് ഇത്രയും തിരക്ക് പിടിച്ച് ചെയ്തത്. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ചോറും ഞാൻ റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് അടുപ്പത്തിട്ടിട്ട് ഒരു തിളം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് അടച്ചിട്ടെടുത്തിട്ട് വെള്ളം പോയി കഴിഞ്ഞിട്ട് നമുക്കത് ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ചൂടോടുകൂടി തന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ഇരിക്കും. അങ്ങനെ മക്കൾക്ക് 2 പേർക്കും കഴിക്കാനൊക്കെ കൊടുത്ത് അവരുടെ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൊണ്ടുപോകാനുള്ളതെല്ലാം പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ, രാവിലെ നന്നായിട്ട് പെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും നല്ല മഴയാണ്. പിന്നെ പോകാൻ ഇറങ്ങിയ സമയത്ത് ഏതായാലും മഴ ഇല്ല, തോർന്ന് നിൽക്കുകയായിരുന്നു. മക്കൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ ഉടനെ വീണ്ടും മഴ പെയ്തു. കണ്ട, നല്ല മഴയായിരുന്നു. ഒന്നും പുറത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തൊരു ദുരിതമാണല്ലേ ഈ മഴക്കാല ജീവിതം എന്ന് പറഞ്ഞാൽ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നല്ലൊരു മഴയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ പെയ്താൽ എന്ത് ചെയ്യും നമ്മളൊക്കെ? മെയിനായിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോകണ്ടല്ലോ. ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്, വെയിൽ കൊണ്ട് ഉണങ്ങിയില്ലെങ്കിലേ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ വേറൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് പാവയ്ക്ക മെഴുക്ക് പുരട്ടി ചമ്മന്തി കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ കറികളൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ചോറ് കഴിക്കാനൊക്കെ എടുത്തതാണ്. ഉച്ചയായി കേട്ടാ, ഉച്ചയായപ്പോൾ ചോറ് കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് വൈകുന്നേരം മഴ പെയ്യണ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുമല്ലേ. മക്കൾ വന്നിട്ട് പറഞ്ഞ് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാൻ. അപ്പം ഞാൻ നോക്കിയപ്പം അതിനകത്ത് പോപ്കോൺ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ എടുത്തെന്ന് ഉണ്ടാക്കാമെന്നൊക്കെ വെച്ചിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് തണുപ്പ് മാറാനൊക്കെ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് രാവിലെ വെച്ച ചോറ് രാത്രിയിൽ കഴിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ പിന്നെ വൈകിട്ടത്തേക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, നല്ല തണുപ്പല്ലേ. അതുകൊണ്ട് വൈകുന്നേരത്തേക്ക് വേറെ അരി ഇട്ടിട്ടുണ്ടായിരുന്നേ. കുറച്ച് അരി ഇട്ടിട്ട് ഉച്ചയ്ക്കത്തെ കുറച്ച് ചോറും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചെടുക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ ഒരു അരച്ചുകൂട്ട് കറിയാണ്, തക്കാളി അരച്ചു കൂട്ടാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കാണിച്ചത് ബ്രെഡ് ഇരുന്നിട്ട് അത് ഒരു മുട്ട മുക്കി പൊരിച്ചെടുത്തതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു 5 മണി സമയത്തുള്ള പാചകമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. വെച്ചാൽ നേരത്തെ ജോലികളെല്ലാം തീർത്ത് വെക്കണം, നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാമല്ലോ സ്വസ്ഥമായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ ജോലികളൊക്കെ തുടങ്ങിയത്. പിന്നെ ചൂടോടുകൂടി തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണമല്ല. ഇപ്പം പ്രത്യേകിച്ച് കർക്കിടക മാസമാണ്, പിന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊന്നും നമുക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റത്തില്ല, തണുപ്പിച്ചൊന്നും കഴിക്കരുതെന്നാണ് പറയുന്നത്. ചൂടാഹാരം നിങ്ങൾ മാത്രമേ കഴിക്കാവുള്ളൂ. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. അങ്ങനെയൊക്കെയാണല്ലോ, എല്ലാവർക്കും അറിയാം ആ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ആ പോപ്കോൺ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ നേരത്തെ കാണിച്ചത്. അത് നമ്മളിങ്ങനെ ഒരു ചില്ലടപ്പ് വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചാണ്. അപ്പോൾ നമ്മളതിങ്ങനെ അത് കാണാൻ പറ്റും, നമ്മൾ അത് റെഡിയായി കിട്ടുന്നത് പോലും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ തക്കാളി അരച്ചു കൂട്ടാനുള്ളതിന് ഞാൻ തേങ്ങയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരപ്പും കൂടെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണേ.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ 3 പേരും ഉണ്ട് ഇപ്പോൾ അടുക്കളയിലേ. മക്കൾ 2 പേരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി ആ ഉണ്ടാക്കി വെച്ചത് അത് കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴക്കാലമല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണല്ലോ, കഴിക്കാനും സുഖം. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. പിന്നെ നാളത്തേക്ക് പാലപ്പം ഉണ്ടാക്കാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ഇടിയായിരുന്നു അടുക്കള ഇരുന്നിട്ടേ. അപ്പോൾ പച്ചരി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കണം. അപ്പോൾ ഇപ്പോൾ ഇടുന്നില്ല, രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പച്ചരിയും തേങ്ങ, ഈസ്റ്റ്, ചോറ്, പഞ്ചസാര ഇതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കും കേട്ടോ. രാവിലെയാണ് അരച്ചെടുക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പം, നല്ല ടേസ്റ്റുമാണ്. പിന്നെ കുറച്ച് ഉണക്കക്കൊഴുവ ഉണ്ടായിരുന്നു. അത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആ ഉള്ളി ചതച്ചതൊന്ന് വഴറ്റി കൊടുത്തത്. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് അല്പം മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉണക്കക്കൊഴുവയും കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുവേ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പല പ്രാവശ്യം ഞാൻ വീട്ടിൽ കാണിച്ചു കേട്ടോ. ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമായതുകൊണ്ടാണ് അത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പം 3ാമത്തെ തവണയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനു മുമ്പ് 2 തവണ ഞാനിത് ചെയ്തിട്ടുണ്ട്. എപ്പോഴും കഴിക്കുകയില്ല. ഉപ്പാണ് നമ്മൾ ഉപ്പിന് തേച്ച് കഴിവ് വരുമ്പോൾ ഉപ്പെല്ലാം പോവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ തന്നെ ഇട്ടെടുക്കുകയാണ് അതിലേക്ക്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ട്. അരച്ചുകൂട്ട് കറിയുടെ കൂടെ ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെയും മഴയൊക്കെ തന്നെയാണല്ലോ അല്ലേ? ഇതുപോലെ കാലാവസ്ഥയല്ലേ എല്ലായിടത്തും? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നല്ല മഴയാണെന്ന് പറഞ്ഞിരുന്നു. ന്യൂസിലൊക്കെ നമ്മൾ കാണുകയും അതുപോലെ തന്നെ പത്രത്തിലൊക്കെ വായിക്കുകയും ചെയ്യുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലൊക്കെ ആയി, ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. മഴ മാത്രമാണ്, ഇപ്പോൾ എന്തൊരു കാറ്റല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. പ്രകൃതിയിലുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ തരണം ചെയ്ത് പോയേ പറ്റുള്ളൂ. അങ്ങനെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് പോയി മേല് കഴുകി വന്ന് വിളക്ക് വെച്ച് നാമം ചൊല്ലി നമ്മൾ സിറ്റൗട്ടിൽ പോയി കുറേ സമയം ഇരുന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് മോൻ വരാൻ കുറച്ച് ലേറ്റായി. എന്നും ഒരു 5:30 എത്തുന്നതാണ്. അപ്പോൾ ഇന്ന് അവിടുന്ന് വണ്ടി കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയത്. കാറിനാണ് വരുന്നത് എപ്പോഴും. അവിടെ 5:30 അവിടുന്ന് വിട്ടത്. കൊച്ചിയിൽ നിന്ന് പോകുന്നപ്പോൾ ഒരു 5:30 ആയെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു 7:30 ആകും കേട്ടോ. 2 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിച്ചേക്കണേ, മറന്നു പോരുതേ കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. ചെറിയ മഴയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 7:30 ആയപ്പോൾ മോൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.